സമകാലികം. ഉത്സവ ആഘോഷകാലങ്ങൾക്ക് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുണ്ട്. വിൽപ്പനയും വരുമാനവും വർദ്ധിക്കുന്നത് അത്തരം അവസരങ്ങളിലാണ്. ഈ ക്രിസ്തുമസ് കാലത്തും കച്ചവടം പൊടി പൊടിക്കേണ്ടതാണ്. എന്നാൽ വ്യാപാരികളുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അനധികൃത വഴിയോര കച്ചവടം പെരുകുകയാണ്. പരമ്പരാഗത വ്യാപാരികളും ലൈസൻസ് ഉള്ള വഴിയോര കച്ചവടക്കാരും തമ്മിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുക കൂടി ചെയ്യുന്നു നിയമം ലംഘിച്ചുള്ള കച്ചവടങ്ങൾ. നേരത്തെ എല്ലാം ഒരു തെരുവ് കച്ചവടം എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ജീവിക്കാൻ വേണ്ടി നടത്തിയിരുന്ന വ്യാപാരം. പക്ഷെ ഇന്നത് വലിയ ഒരു മാഫിയ, അതായത് ബൾക്കായിട്ട് ഒരു സാധനം മേടിച്ചിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ഓരോ മുക്കിലും മൂലയിലും വിൽപ്പന ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ വഴിയോര കച്ചവടം മാറിയിരിക്കുന്നത്. നഗരസഭയിൽ നിന്നും ലൈസൻസ് നേടി നികുതി നൽകി എല്ലാ ചട്ടങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലാണ് അനധികൃത കച്ചവടക്കാർ പ്രവർത്തിക്കുന്നത്. മൂവാറ്റുപുഴ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ: ജീവിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ കുറവാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ ഒരു നടപടിയിലോട്ട് അതിന് പോകുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചുള്ള ഒരു സീസണിൽ വന്ന് കച്ചവടം ചെയ്യുന്നു. പക്ഷെ വർഷങ്ങളോളം ഒരു സ്ഥലത്ത് ഒരേ മുറിയിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് ഓണം, ക്രിസ്മസ്, പെരുന്നാൾ ഇങ്ങനെ 2-3 സീസണിൽ വരുന്ന കച്ചവടമാണ് ഞങ്ങൾക്കുള്ളൂ. ഇപ്പൊ ഡൽഹിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ബൾക്കായിട്ട് ക്രിസ്മസിന്റെ സ്റ്റാറുകൾ അടക്കം എടുത്തു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഡിസംബർ 25 കഴിഞ്ഞാൽ ഈ കടകളിലെ ഈ സ്റ്റാറുകൾ ഉൾപ്പെടെ ക്രിസ്മസ് ഐറ്റംസ് പിന്നെ വിൽക്കാൻ പറ്റൂല. ഈ സമയത്ത് സീസണിൽ വന്ന് റോഡുകളിലൂടെ നിന്ന് നക്ഷത്രങ്ങൾ തൂക്കി തോന്നണ വിലയ്ക്കും അതിന് ഒരു പ്രൈസ് ലിസ്റ്റ് പോയിട്ട് ഗ്യാരണ്ടി വരെ കൊടുക്കാറ്. ഇന്ന് ഞങ്ങളുടെ ജംഗ്ഷനിൽ ഉണ്ടെങ്കിൽ നാളെ അവരവിടെ ഇല്ല. ഞങ്ങളുടെ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് ഇന്നൊരു സാധനം വാങ്ങി അതിലൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ വ്യാപാരിയോട് ഉണ്ട്, അതിന് പരാതി കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. എന്ത് ഉത്തരവാദിത്വം ഈ വഴിയിൽ വിൽക്കുന്ന സാധനങ്ങൾക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മറ്റു സംവിധാനങ്ങളോ കൊടുക്കുന്നുണ്ട്? ഇല്ല. പക്ഷെ ഒരു വ്യാപാരിയുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിയാൽ അത് തിരിച്ച് കച്ചവടക്കാരനെതിരെ പരാതി കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഒരു ഉപഭോക്തൃ ആളുകളെയും ചൂഷണം ചെയ്യുന്ന രീതിയാണ് സീസണിലുള്ള ബിസിനസ്. ഞങ്ങൾ കെട്ടിട നികുതി, തൊഴിൽ നികുതി, മുനിസിപ്പൽ ലൈസൻസ്, വാടകകൾ, ഒരുപാട് ഫീസ് സർക്കാർ ഇനത്തിൽ നൽകിക്കൊണ്ട് നിൽക്കുന്ന ചെറുകിട വ്യാപാര മേഖലയിലെ ഒരു സംവിധാനങ്ങളും ശരിക്കും പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംരക്ഷിക്കേണ്ട വിഭാഗമാണ് ചെറുകിട ആൾക്കാർ. ഞങ്ങൾക്ക് ഒരു സംരക്ഷണം പോയിട്ട് ഞങ്ങൾക്കൊരു സഹായം വരെ കിട്ടാത്ത അവസ്ഥയാണ് സീസണിൽ. എല്ലാ റോഡുകളിലും നിങ്ങൾ വഴിനീളം എറണാകുളത്തും മാർക്കറ്റുകളിലും എല്ലാം കണ്ടാലറിയാം, മുക്കും മൂലയിലും വണ്ടികളിലും റോഡ് സൈഡിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് അധികവും. ഓരോ സിഗ്നൽ ബ്ലോക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം അന്വേഷിച്ചാൽ അറിയാം, ഇതൊന്നും ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് വരുന്ന ആളുകളല്ല. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ വലിയ ഒരു മാഫിയ ടീം തന്നെയുണ്ട്. നമുക്കറിയാം ഭിക്ഷാടനം അതൊരു ഗ്യാങ് ആണ്. അതുപോലെ തന്നെയാണ് ചെറുകിട രംഗത്തുള്ള വഴിയോര കച്ചവടം ഇന്ന് വലിയ പ്രതിസന്ധിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം ഓൺലൈൻ വലിയൊരു ഭീഷണി നിൽക്കുന്ന സീസണിൽ അതിനിടയ്ക്ക് വഴിയോര കച്ചവടം നേർക്കുനേരെ. അപ്പൊ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിറ്റ് ഇന്ന് അവർ പൊടിയും തട്ടിപ്പോകുന്ന ഉപഭോക്താക്കൾക്ക് ഒരു ഉറപ്പ് കിട്ടാത്ത സംവിധാനങ്ങളിൽ നിന്ന് ഈ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കർശനമായ നടപടി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങൾക്ക് നീതി ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിൽ അംഗീകൃത തെരുവ് കച്ചവടക്കാർ നിയമങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അനധികൃത കച്ചവടക്കാരെ നിയന്ത്രിക്കുക തന്നെ വേണം. നഗരസഭാ അധ്യക്ഷൻ പി എൽദോസ്: നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം പൂർണ്ണമായി നമുക്ക് നിരോധിക്കാൻ കഴിയില്ല. നഗരസഭയുടെ കീഴിൽ NULM പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് 115 പേർക്ക് നഗരസഭ കാർഡ് കൊടുത്തിട്ടുണ്ട്. പട്ടണത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥലം നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ കച്ചവടം നടത്തി വരുന്നത്. സ്വാഭാവികമായും അതിന് വിരുദ്ധമായ ചില ആളുകൾ കച്ചവടം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അനധികൃത കച്ചവടം നിരോധിക്കാനുള്ള നടപടി നഗരസഭ സ്വീകരിക്കും. അംഗീകൃത വ്യാപാരികൾ പ്രതീക്ഷയോടെ കാണുന്ന ക്രിസ്തുമസ് അടക്കമുള്ള ഉത്സവകാല കച്ചവടം പോലും തകർക്കുന്ന ചില ലോബികളാണ് അനധികൃത കച്ചവടത്തിന് പിന്നിൽ എന്ന് പറയുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ്. ഉത്സവകാലം പ്രമാണിച്ച് കടകളുടെ മുമ്പിൽ വരെ കൊണ്ടുവന്നിട്ടിട്ട് വഴിയോര കച്ചവടം പൊടി പിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കച്ചവടക്കാര് ലൈസൻസ് എടുത്തിരിക്കുന്ന കച്ചവടക്കാര് ഉത്സവ സീസൺ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു കച്ചവടം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ കടകളുടെ മുമ്പിൽ പോലും കൊണ്ടുവന്ന് വണ്ടികളിലും അല്ലാതെയും നിരത്തി ഇപ്പോൾ ക്രിസ്തുമസിന്റെ നക്ഷത്രങ്ങൾ മുതൽ ലൈറ്റുകൾ മുതൽ എന്തൊക്കെ സാധനങ്ങൾ വിൽക്കാവോ അതെല്ലാം വിൽക്കുകയാണ്. പരാതിപ്പെട്ടാലും ആരും ഇതൊന്നും അന്വേഷിക്കാനില്ലാത്ത ഒരു സ്ഥിതിയാണ്. പലയിടത്തും കച്ചവടക്കാർ ഇറങ്ങി അവരോട് നിങ്ങൾ സഹകരിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു കടയുടെ മുമ്പിൽ നിന്ന് മാറി അടുത്തയിലേക്ക് പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. വഴിയോര കച്ചവടത്തിന് വേണ്ടി നിയമം പാസ്സാക്കി. ആ നിയമം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് നിയമം പാലിച്ചുകൊണ്ട് അവരുടെ ഉപജീവന മാർഗം നടക്കട്ടെ, അതിൽ വിരോധമില്ല. പക്ഷേ സ്ട്രീറ്റ് വെൻഡിങ് സോൺ ഒരു സ്ഥലത്തും അനുവദിക്കാതെ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത്
അനുവദിക്കപ്പെട്ടിട്ടുള്ള ID കാർഡ് ഉപയോഗിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കച്ചവടം ആളുകളെ ഇരുത്തി, തൊഴിലാളികളെ അതിനുവേണ്ടി കൊണ്ടുവന്ന് ഇരുത്തി കച്ചവടം ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കച്ചവടങ്ങൾക്ക് വേണ്ടി അന്യസംസ്ഥാന ലോബികൾ പോലും ഉത്സവ സീസണുകളിൽ കേരളത്തിലെ നിരത്തുകൾ അടക്കി വാഴുന്നത് ഒരു നിരന്തരം കാഴ്ചയായി വ്യാപാരികൾ ദയനീയമായി നോക്കി നിൽക്കേണ്ട സ്ഥിതിയിലാണ്. പലയിടത്തും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ അതിനെതിരായി പറയുകയും ചില ചെറിയ ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നു എന്നതൊഴിച്ചാൽ യഥേഷ്ടം നടക്കുന്ന ഒന്നായി ഈ വഴിവാണിഭം മാറിയിട്ടുണ്ട്. പലയിടത്തും കച്ചവടം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തമാശ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൽ വഴിവാണിഭം നിരോധിച്ചിരിക്കുന്നു എന്ന പഞ്ചായത്തിന്റെ ബോർഡിന്റെ താഴെ പോലും ഈ കച്ചവടം പൊടിപിടിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടുള്ള ഒന്നല്ല. ആരെങ്കിലും അത്താഴ പട്ടിണിക്കാരൻ അവന്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വഴിയോര കച്ചവടം നടത്തുന്നു എന്ന ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു ലോബിയായി കൊണ്ടുവന്നുകൊണ്ട് ഒരു വാഹനത്തിൽ ഇറക്കി ആളുകളെ ഇറക്കി പോവുകയും വൈകുന്നേരമാകുമ്പോൾ അതേ ആള് വന്ന് കളക്ഷൻ എടുക്കുന്ന ഒരു മാഫിയ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുകയാണ്. പലവട്ടം ഇത് ചൂണ്ടിക്കാണിച്ച് RTO ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ബന്ധപ്പെട്ട അധികാരികൾ, കളക്ടർ തുടങ്ങി ബന്ധപ്പെടാവുന്ന സകല മേഖലകളിലും ഇതിനു വേണ്ടി നമ്മൾ പരിശ്രമം നടത്തിയിട്ട് അത് മാത്രം ആരും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ ഉത്സവകാലവും വഴിവാണിഭക്കാർ നിരത്തുകൾ അടക്കി വാഴുമ്പോൾ അത് കണ്ടുകൊണ്ട് ഭീമമായ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തും അതുപോലെ തന്നെ വാടക നൽകി ജീവനക്കാരെ നിർത്തി സർക്കാർ എന്തൊക്കെ പറയുന്നു ആ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നവൻ നോക്കുകുത്തിയായി കടയിലിരിക്കേണ്ട ഒരു ദുസ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നിയമപരമായി കാണാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് സംഘടന ഇപ്പോഴുള്ളത്. കാരണം ഇത്തരത്തിൽ പോയാൽ അടുത്ത സീസൺ ആവുമ്പോഴേക്കും ഒത്തിരി ആത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലാണ് കേരളത്തിലെ വ്യാപാരികളുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലൈസൻസ് നേടി വഴിയോര കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പോലും ഭീഷണിയാവുകയാണ് ഉത്സവകാലങ്ങളിൽ അനധികൃതമായി കച്ചവടം നടത്തുന്നവർ. വഴിയോര കച്ചവടക്കാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് റഷീദ് താനത്ത്: വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ് വഴിയോര കച്ചവടക്കാർ. അത് പരമ്പരാഗതമായ രീതിയിൽ വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്നവരാണ്. പക്ഷെ അവർക്ക് മര്യാദക്ക് കച്ചവടം നടത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ലൈസൻസ് ഇല്ലാത്ത ആളുകൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവര് പല പ്രാവശ്യവും വന്ന് മാറ്റണമെന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും ഉദ്യോഗസ്ഥന്മാരോ പോലീസിന്റെ ഭാഗത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കാരണം ഈ കച്ചവടക്കാർക്ക്, ലൈസൻസ് ഉള്ള കച്ചവടക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇത് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ്. ഞങ്ങൾ സമരങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് ലൈസൻസ് വാങ്ങിച്ചെടുത്തത്. ആ ലൈസൻസ് എല്ലാം മറികടന്ന് ലൈസൻസ് ഇല്ലാത്ത ആളുകളെ അധികൃതർ ഇതിനു വേണ്ടി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലൈസൻസ് വളരെ ബുദ്ധിമുട്ടിയാണ് കോർപ്പറേഷനും അതായത് തദ്ദേശ സ്ഥാപനങ്ങളും കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ലൈസൻസ് കൊടുത്തത്. ആ ലൈസൻസിന്റെ ഇതിന്റെ മറയില് മറ്റുള്ള ചില ആളുകൾ ഇവരെ തരഞ്ഞുകൊണ്ട് ഈ ഓണം, ക്രിസ്മസ് അതുപോലെ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ കച്ചവടക്കാര് പുറം ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് കുമിഞ്ഞു കൂടുകയാണ്. അത് ഈ ലൈസൻസ് ഉള്ള കടക്കാരെ തൊട്ട് മുമ്പിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അവർ തമ്മിൽ കശവശം ഉണ്ടാവുകയും പല പ്രാവശ്യവും ഞങ്ങൾ ഇടപെട്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 3-4 ദിവസമായിട്ട് എറണാകുളം സിറ്റിയിൽ വളരെ മോശമായ രീതിയിൽ കണ്ടമാനം കച്ചവടക്കാര് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തടയിടാൻ ഞങ്ങൾ പോലീസിലും പറഞ്ഞിട്ടുണ്ട്, തദ്ദേശ സ്ഥാപനത്തിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കോർപ്പറേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നൊന്നും യാതൊരുവിധ പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരൊന്ന് വിചാരിച്ചാൽ മതി, കോർപ്പറേഷൻകാര് പോസ്റ്റർ എടുത്തിട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള തോരണം എടുത്തിട്ട് പോകുന്നല്ലാതെ കച്ചവടക്കാരെ, ലൈസൻസ് ഇല്ലാത്ത കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതാണ് ഇപ്പൊ നമ്മുടെ ലൈസൻസ് ഉള്ള തൊഴിലാളികൾക്കും വളരെയധികം ബുദ്ധിമുട്ട്. അവർക്ക് മര്യാദക്ക് കച്ചവടം നടത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വഴിയോര കച്ചവടങ്ങളെ കൃത്യമായി നിർവചിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ D. ധനുരാജ്: ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസണിൽ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ നമ്മുടെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലിരുന്ന് കച്ചവടം ചെയ്യുന്നു, അതുകൊണ്ട് അവർക്ക് പ്രത്യക്ഷത്തിൽ നഷ്ടമുണ്ടാവുന്നു എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ളൊരു കൺസേൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഡിക്ലെയർ ചെയ്യുകയും അവരെ അങ്ങോട്ട് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ പ്രാരംഭ നടപടി. പക്ഷേ നമുക്ക് ഈ വെൻഡിങ് സോൺസിന്റെ സ്ഥലപരിമിതികൾ ഉള്ളതുകൊണ്ട് കോർപ്പറേഷൻ പറയുന്നത് ഇവരെ എല്ലാവരെയും അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരുന്നു എന്നുള്ളതും ഒരു വലിയ ചർച്ച വിഷയമാകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പരിഹാരം കണ്ടെത്തുന്നത് TVC ആണ്,
അത് ടൗൺ വെൻഡിങ് കമ്മിറ്റി അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം വളരെ റോബസ്റ്റ് ആയിട്ട് വളരെ സംഘടിതമായി സമയാസമയങ്ങളിൽ യോഗം കൂടുകയും സ്ട്രീറ്റ് വെൻഡേഴ്സ് ആരാണെന്ന് നിർവചിക്കുകയും അതൊരു സാമൂഹിക പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു പോളിസി ഇഷ്യൂ ആണ്. സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. ആ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ ഇടയിൽ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രീറ്റ് വെൻഡിങ് ഇതിലേക്ക് വരുന്ന പല ആൾക്കാരും സ്ട്രീറ്റ് വെൻഡിങ്ങുമായി യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണെന്നുള്ള പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട അധികാരികളും ടൗൺ വെൻഡിങ് കമ്മിറ്റിയാണ് ഇതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി. അപ്പോൾ ടൗൺ വെൻഡിങ് കമ്മിറ്റി ഇത് എല്ലാ മാസവും കൂടി ആലോചിച്ച്, പ്രത്യേകിച്ച് ഉത്സവ കാലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള ചർച്ചകൾ തുടക്കമിടുകയും കുറച്ചു പേർ കൂടി ലൈസൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ സമ്പ്രദായം മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഗ്രീവൻസസ്, അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഗ്രീവൻസ് റിഡ്രസൽ ഫോറം ഉണ്ടായിരിക്കണമെന്നാണ് 2014 നിയമം അനുശാസിക്കുന്നത്. അങ്ങനെയുള്ളൊരു റിഡ്രസൽ ഫോറം ഉണ്ടാവുകയും ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമായിരിക്കാം. മൂന്നാമത്, മറ്റ് പല സിറ്റികളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഫെസ്റ്റിവൽ ടൈമിലെല്ലാം അവർക്കൊരു ഫെസ്റ്റിവൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെസിഗ്നേറ്റഡ് ഏരിയയിലാവാം, അല്ലെങ്കിൽ ആ പ്രത്യേക സമയത്തേക്ക് മാത്രം ചില സ്ഥലങ്ങളിൽ നമുക്ക് അവർക്ക് സ്ഥലം കൊടുത്തുകൊണ്ട് അവർക്ക് സ്ട്രീറ്റ് വെൻഡിങ്ങിലേക്ക് വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പറ്റേണ്ടതാണ്. ആഴ്ചയിലെ നിശ്ചിത ദിവസങ്ങളിൽ നിശ്ചിത സമയങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്ന് കച്ചവടം നടത്തുവാൻ വഴിയോര കച്ചവടക്കാർക്ക് സൗകര്യം ഒരുക്കുന്നതും പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത വേറൊരു കാര്യമാണ് സൺഡേ മാർക്കറ്റെന്നോ മൺഡേ മാർക്കറ്റെന്നോ വെനസ്ഡേ മാർക്കറ്റെന്നൊക്കെ മറ്റു പല സിറ്റികളിലുള്ള പോലെ നമുക്ക് അങ്ങനെയില്ല. അപ്പൊ മറ്റു സിറ്റികളിലേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ വ്യാപാര സമൂഹം അതൊരു നെഗോഷിയേറ്റഡ് സ്പേസ് ആണ്. ആരെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പകരം അവരെ ആ സമയങ്ങളിൽ വ്യാപാര സമൂഹം അവരുടെ കടകൾ അടയ്ക്കുമ്പോൾ അതിനു മുന്നിലിരുന്ന് കുറച്ച് മണിക്കൂറുകളിലേക്ക് ആഴ്ചയിൽ 1 തവണയോ 2 തവണയൊക്കെ കച്ചവടം നടത്താൻ അവരെ സഹായിക്കുക എന്നുള്ള രീതിയും പല സിറ്റികളിലും ഇപ്പോൾ അനുവദിച്ച് പോരുന്നുണ്ട്. ഇതൊരു നെഗോഷിയേറ്റഡ് സ്പേസ് ആണ്. സ്ട്രീറ്റ് വെൻഡേഴ്സ് നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് വരുന്നവരാണ്. അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ചില റൂൾസും റെഗുലേഷൻസും വെച്ച് ഇന്നത്തെ നിയമം, സ്ട്രീറ്റ് വെൻഡിങ് ആക്ട് 2014 സ്ട്രീറ്റ് വെൻഡിങ് ആക്ട് പറയുന്നതനുസരിച്ച് അവർക്ക് ഡെസിഗ്നേറ്റഡ് പ്ലേസ് കൊടുക്കുകയും അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുകയും നിശ്ചിതമായൊരു ഫീ അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്ന വഴി ഫോർമൽ ആയിട്ടുള്ള വ്യാപാര സമൂഹവും ഇൻഫോർമൽ ആയിട്ടുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് നമ്മൾ നെഗോഷിയേറ്റഡ് സ്പേസ് കണ്ടെത്തുന്നതിന് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മുൻകൈ എടുക്കേണ്ടതാണ്. സൺഡേ മാർക്കറ്റുകളോ മൺഡേ മാർക്കറ്റുകളോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സമയത്ത് ഫെസ്റ്റിവൽ മാർക്കറ്റോ എല്ലാം കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ സ്ട്രീറ്റ് വെൻഡിങ് കൊണ്ട് വലിയ വ്യാപാര സമൂഹത്തിന് വലിയ നഷ്ടമുണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളും നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. കാരണം സ്ട്രീറ്റ് വെൻഡേഴ്സ് വിൽക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതെല്ലാം ഒരു ബ്രാൻഡഡ് ഐറ്റമോ ഒന്നുമല്ല. അപ്പോൾ സ്ട്രീറ്റ് വെൻഡിങ്ങിന്റെ മൊത്തത്തിലുള്ള ഡെഫിനിഷനിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉള്ളതാണ് സ്ട്രീറ്റ് വെൻഡിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതും ഒരുപക്ഷെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഫോർമലായിട്ട് കച്ചവടം ചെയ്യുന്ന അവരുടെ കച്ചവടത്തെ ബാധിക്കാത്ത രീതിയിൽ സ്ട്രീറ്റ് വെൻഡിങ് നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ചുരുക്കത്തിൽ ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചർച്ചകളും ടൗൺ വെൻഡിങ് കമ്മിറ്റി സമയാസമയങ്ങളിൽ ഇതിനെ പറ്റി ചർച്ചകൾ നടത്തുകയും എല്ലാവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. ഉപജീവനത്തിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ്. വഴിയോര കച്ചവടം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് കരുത്തു പകരുന്ന ഒരു ഘടകവുമാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് 2014 വഴിയോര കച്ചവടങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള നിയമം നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ ഒരാളുടെ ഉപജീവന മാർഗം മറ്റൊരാളുടേത് തടസ്സപ്പെടുത്തുന്നത് അനുവദിക്കുവാനാവില്ല. വഴിയോര കച്ചവടങ്ങൾക്ക് നിയമപ്രകാരമുള്ള നിശ്ചിത ഇടങ്ങൾ ഒരുക്കുകയും അനധികൃതമായവ ഒഴിപ്പിക്കുകയും ചെയ്യുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശക്തമായി ഇടപെടുക തന്നെ വേണം. നിർവഹണം അഖിൽ സുകുമാരൻ. സഹായം റെനീഷ് ജോർജ്. സമകാലികം.